ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്നൊരു സ്വാദിഷ്ടമായിട്ടുള്ള കരിമീൻ പൊരിക്ക കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഫസ്റ്റ് കാണിച്ചത്. ഇതാണ് കരിമീൻ പൊരിക്കുക. ചെറിയ കരിമീനാണ് നമ്മൾ കരിമീൻ പൊരിക്കുക എന്ന് പറയണത്. അപ്പോൾ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സവാളയാണ് എടുക്കണത്. ഇതിപ്പോൾ ഒരു 3 സവാള അടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ തക്കാളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കാശ്മീരി പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, വിനാഗിരി, വെളിച്ചെണ്ണ, നമ്മുടെ തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ. നമുക്ക് പയ്യെ കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഓയിൽ ഒഴിക്കുകയാണ് ചട്ടിയിലേക്ക്. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടാവുന്നുണ്ട്. ആദ്യം ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. അപ്പം അതൊന്ന് വഴണ്ട് വരട്ടെ. അപ്പം നമ്മത് ഇവിടെ സവാള വഴറ്റിക്കൊണ്ടിരിക്കണേണ്. ഒരു മുളക് കഷ്ണം വീണുപോയി. ഓക്കെ, അപ്പം അത് എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ സവാള വഴറ്റാം. അപ്പോൾ സവാള ഒന്ന് ലൈറ്റ് ഒരു യെല്ലോയിഷ് കളറായി വരുമ്പോഴേക്കും കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മതേ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോണേട്ടോ ഇതിലേക്ക് പെട്ടെന്ന് വഴണ്ട് വരാൻ. ചെറുതായിട്ടൊന്ന് സവാള വാടുമ്പോഴേക്കും നമുക്ക് ഉപ്പിടാം. അപ്പോൾ പെട്ടെന്നൊന്ന് വാടി കിട്ടും. അങ്ങനെ നമ്മൾ സവാള വഴണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചമുളകും ഇഞ്ചിയുമാണ്. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് സവാള വഴറ്റുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കരുത്. സവാള വെന്തതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ, എന്നാലാണ് കറക്റ്റ് അതിൻ്റെ ഒരു പാകം. അപ്പം നമുക്കിത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സവാളയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞങ്ങളിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പം ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് കാണിക്കാൻ വേണ്ടി ഞാൻ സ്പൂൺ കാണിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാശ്മീരി പൊടിയാണ്. അത് നമ്മളൊരു ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടേസ്റ്റ് മേക്കറായിട്ടുള്ള വേപ്പില നമ്മൾ ആഡ് ചെയ്യാൻ പോണേണ്. അപ്പോൾ നമ്മൾ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മസാല പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് സവാള ഇട്ടിട്ട് വേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റും കൂടി ഇരുത്തിയിട്ട് നമ്മളിത് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമാണല്ലോ നമുക്ക് മെയിനും. നമുക്ക് ചാറില്ലാതെ മീൻ കൂട്ടാനില്ലല്ലോ. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 7-8 മീനുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് 2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ മീൻ. ഇനി നമുക്ക് ഈ ചാറൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് പയ്യെ തിളച്ചോട്ടെ. അപ്പം നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് നമ്മുടെ മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സുന്ദരപ്പന്മാര ഇട്ട് കൊടുക്കണേണ്. അപ്പം നമുക്ക് മീനൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഓരോ മീനായിട്ട് നമ്മളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മീനും നമ്മൾ വെച്ചു. നമുക്ക് അതിൻ്റെ ചാറ് പയ്യെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മീൻ കറി വെക്കുമ്പം ഈ മീൻ മൂടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടാകണം. അതിൽ കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ ഒരിക്കലും കുറഞ്ഞു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് മീൻ വെച്ചിട്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. പയ്യെ തുറന്ന് നോക്കാം. ആഹാ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിയ മീനായതുകൊണ്ട് തന്നെ ഇനി മാംസം കുറവായിരിക്കും. അപ്പം ഒരു 10 മിനിറ്റൊക്കെ മതി, അതിനുള്ളിൽ വെന്തോളും. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉള്ളി താളിച്ചിടാനുണ്ട്. അപ്പോൾ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം.
ഇത് അത്യാവശ്യം നല്ല ബ്രൗണിഷ് ബ്ലാക്ക് ആയിട്ട് വരണം. നമുക്കിങ്ങനെ ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കാം കേട്ടോ. തിളക്കുന്ന സമയത്ത് നമ്മുടെ മീൻകറി ഇവിടെ ഇരുന്ന് തിളക്കണുണ്ട്, ഇവിടെ ഇരുന്ന് മൊരിയണുണ്ട് ഇപ്പം. അപ്പം നമുക്ക് ആ നേരത്ത് നമ്മുടെ മീൻ തിളക്കണയിലോട്ട് നമ്മുടെ 1 കപ്പ് തേങ്ങാപ്പാൽ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ഇളക്കരുന്നില്ല, കാരണം നമുക്ക് ഉള്ളി ഇട്ടിട്ടാണ് നമുക്ക് ഇളക്കേണ്ടത്. അപ്പോൾ ഉള്ളി ഒന്ന് സെറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ പകുതിയോളമായിട്ടുണ്ട്, കുറച്ചുകൂടി ഉള്ളി ഒന്ന് മൊരിയട്ടെ. നമ്മൾ ഇവിടെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചേക്കണം ഉടനെ തന്നെ നമ്മൾ സിമ്മിലിടണം, കാരണം തേങ്ങാപ്പാൽ തിളച്ച് പോരുത്. അപ്പോൾ തന്നെ നമുക്കൊന്ന് ചുറ്റിച്ചിങ്ങനെ എടുക്കാം, നമ്മൾ ഇളക്കരുത്, മീൻ പൊടിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഉള്ളീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കരിമീൻ പൊരിക്ക അങ്ങനെ ഇവിടെ തയ്യാർ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ആൻഡ് ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.